കായംകുളം ഐക്യ ജംഗ്ഷനിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. അന്യസംസ്ഥാന തൊഴിലാളിക്കടക്കം 8ഓളം പേർക്ക് തെരുവുനായയുടെ ആക്രമണത്തിൽ ഇന്ന് രാവിലെ പരിക്കേറ്റു. ഇപ്പോൾ 8ഓളം പേരെ കടിച്ചുകൊണ്ട് വന്നു. ഇനി എത്ര പേര് വരുമെന്ന് നമുക്കറിയത്തില്ല. ഇന്നലെ പുല്ലോളങ്ങര ഭാഗത്തായിരുന്നു. ഇത് മറ്റു പ്രദേശങ്ങളിലോട്ടൊക്കെ ആ പട്ടി ഇതുവരെ നമുക്ക് പിടിക്കാനും കഴിഞ്ഞിട്ടില്ല. 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ തെരുവുനായ കടിച്ചിട്ട് മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിറ്റ് ചെയ്തിരിക്കുക. കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ നിരവധി പേർക്കാണ് ഇന്ന് രാവിലെ 8 മണിയോടെ തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഐക്യ ജംഗ്ഷൻ, റെയിൽവേ സ്റ്റേഷൻ റോഡ് എന്നിവിടങ്ങളിൽ വെച്ചാണ് ഭൂരിഭാഗം പേർക്കും ഒരേ നായയുടെ കടിയേറ്റത്. പരിക്കേറ്റവരെ ഉടനടി കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ ചിലരെ വിദഗ്ധ ചികിത്സയ്ക്കായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. നൂറുകണക്കിന് തെരുവുനായ്ക്കളാണ് ദിനം പ്രതി ജനജീവിതത്തെ ദുസ്സഹപ്പെടുത്തി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ തന്നെ കായംകുളത്ത് ഇന്ന് രാവിലെ ഏതാണ്ട് 8ഓളം പേരെയാണ് കായംകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഗുരുതരമായ പട്ടികടിയേറ്റ് ഇവിടെ അഡ്മിറ്റാക്കിയിരിക്കുന്നത്. ഇനി എത്ര പേരെ കടിച്ചിട്ടുണ്ടെന്ന് പോലും അറിയില്ല. ഇന്നലെ തന്നെ 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ തെരുവുനായ കടിച്ചിട്ട് മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിറ്റ് ചെയ്തിരിക്കുക. ആ കുഞ്ഞിനെ പരിപാലിച്ചിരുന്ന അമ്മുമ്മയും അങ്ങനെ ഒരു ഭീകര അന്തരീക്ഷത്തിലൂടെ ഇന്ന് ഞങ്ങളുടെ പടിഞ്ഞാറൻ മേഖല കടന്നു പോകുന്നു. അടിയന്തര പ്രാധാന്യത്തോടെ ഇതിന് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ അതിനകത്ത് രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല. ഞങ്ങളെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ ഉണ്ട്. ഞങ്ങളെല്ലാം കൂടെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി, അവരുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ തെരുവുനായ്ക്കൾ അലക്ഷ്യമായി ഭക്ഷണം വലിച്ചെറിഞ്ഞ് അനുദിനം ഈ തെരുവുനായ്ക്കളെ പോറ്റി വളർത്തുന്ന ഈ പ്രവണത അവസാനിപ്പിച്ച് ഇപ്പോൾ നമ്മുടെ സുപ്രീം കോടതി തന്നെ വിധി വന്നിട്ടുണ്ട്. ഇതിനെയൊക്കെ പിടിച്ച് കൂട്ടി ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്നാണ് സുപ്രീം കോടതി പോലും പറഞ്ഞിരിക്കുന്നത്. അതെങ്കിലും നടപ്പിലാക്കാൻ ഗവൺമെൻറ്റും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഭരണാധികാരികളും തയ്യാറാകണം. ഇല്ലെങ്കിൽ വലിയ ജനകീയ പ്രക്ഷോഭങ്ങളെ നേരിടേണ്ടി വരും. പടിഞ്ഞാറൻ മേഖലയിൽ പട്ടിശല്യം വളരെ രൂക്ഷമാണ്. ഇതിനെ പ്രമാണിച്ച് നേരത്തെ തന്നെ ഞാൻ മുനിസിപ്പാലിറ്റി കത്ത് കൊടുത്തിട്ടുള്ളതാണ് ഈ പട്ടികളെ പിടിച്ച് എന്ന്. അപ്പോൾ അന്നേരമൊക്കെ അതിനകത്ത് ഒരു അലംഭാവമാണ് കാണിച്ചുകൊണ്ടിരുന്നതെന്ന് തന്നെ വേണം പറയേണ്ടത്. അപ്പോൾ അവർ പറയുന്ന ഇതിന് ഞാൻ പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലേസ് കാണിച്ചു കൊടുക്കണം പട്ടിയെ പിടിച്ചുകൊണ്ട് കളയുന്നതിന് വേണ്ടിയിട്ട്. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഹെൽത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. എൻ്റെ ആ കൊടുത്ത പരാതിയുടെ കോപ്പി ഉൾപ്പെടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ 8ഓളം പേരെ കടിച്ചുകൊണ്ട് വന്നു. ഇനി എത്ര പേര് വരുമെന്ന് നമുക്കറിയത്തില്ല. ഇന്നലെ പുല്ലോളങ്ങര ഭാഗത്തായിരുന്നു. ഇത് മറ്റു പ്രദേശങ്ങളിലോട്ടൊക്കെ ആ പട്ടി ഇതുവരെ നമുക്ക് പിടിക്കാനും കഴിഞ്ഞിട്ടില്ല. രാവിലെ തന്നെ 4ഓളം പേരെ ഇത് ഈ കണ്ണമ്പള്ളി ഭാഗം, കൊച്ചുപള്ളി ഭാഗം എന്ന് പറയുമ്പം ഒരുപാട് കുഞ്ഞുങ്ങളും മദ്രസയും സ്കൂളും വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു റോഡിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നതാണ്. അത് തന്നെ ഒരു പരിഹാരം കണ്ടെത്താതെ ഇരിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ പോലും ആ റോഡിൽ കൂടെ പറ്റത്തില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം ഈ റോഡ് ശോചനീയാവസ്ഥ തുടങ്ങിയിട്ട് വർഷം 4-5 കഴിഞ്ഞു. ആ റോഡിൻ്റെ അവസ്ഥയും കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടിക്കാം. അതുപോലെ തന്നെ ഈ പട്ടിശല്യം എത്രയും വേഗം നമുക്കിത് പരിഹരിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ രൂക്ഷമായ സമരപരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. എല്ലാവർക്കും അടിയന്തരമായി പ്രതിരോധ കുത്തിവയ്പ്പുകൾ ലഭ്യമാക്കിയതായി ആശുപത്രി അധികൃതരും അറിയിച്ചു. പ്രദേശത്ത് തെരുവുനായ ശല്യം അതിരൂക്ഷമായിട്ടും നഗരസഭയോ മറ്റ് അധികൃതരോ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ച് നാട്ടുകാരും രംഗത്തെത്തി. ടൗണിലെ വിവിധയിടങ്ങളിൽ മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കാതെ തള്ളുന്നതാണ് നായകൾ കൂട്ടത്തോടെ തമ്പടിക്കാൻ കാരണമെന്നും ആക്ഷേപമുണ്ട്. അക്രമകാരികളായ നായ്ക്കളെ പിടികൂടാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും വന്ധീകരണ പദ്ധതികൾ കൂടുതൽ ഊർജിതമാക്കണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. വഴിയാത്രക്കാർക്കും സ്കൂൾ കുട്ടികൾക്കും നേരെ ഇത്തരം ആക്രമണങ്ങൾ ആവർത്തിക്കുന്നത് ജനങ്ങളിൽ വലിയ ഭീതിയും സൃഷ്ടിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കായംകുളം.